ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? 3 മാസത്തിന് മുമ്പേ 3 ഗ്യാസ് കുറ്റി ഞാൻ വാങ്ങിച്ച് ഈ വീട്ടിൽ വെച്ചത് ഗുണമായില്ലേ? അത് ശരിയാ. നീ അന്ന് എന്നെ കളിയാക്കി, എന്തിനാ ഇപ്പൊ ഈ 3 കുറ്റിയുടെ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പക്ഷെ ഇപ്പൊ അത് ഉപകാരപ്പെട്ടു. ഇതാ ഇപ്പം വിളിക്കുന്നത്. ഹലോ ഹലോ. ഹലോ, കേൾക്കാവോ? ഇത് ഷിബു അല്ലേ ഇത്? ആ അതെ അതെ, പറഞ്ഞു. എന്തായിരുന്നു? ഷിബു, നിൻ്റെ കയ്യിൽ 3 ഗ്യാസ് കുറ്റി ഉണ്ടെന്ന് അറിഞ്ഞു. അതിൽ 1 എനിക്ക് തരുമോ? അയ്യോ, ഒരു 5 മിനിറ്റ് മുമ്പ് വിളിച്ചായിരുന്ന നിങ്ങൾക്ക് തരാറുണ്ട് ഗ്യാസ് കുറ്റി. പക്ഷെ ഇപ്പൊ ഒരാൾക്ക് കൊടുത്തേ ഉള്ളൂ. ആണോ? വിളിച്ചാൽ കറക്റ്റ് ഒന്നും തന്നെ. ഇനി കറക്റ്റ് ഒരു കുറ്റിയുള്ളൂ. അത് ഇവിടെ ഞങ്ങളുടെ ആവശ്യത്തിനുള്ളത്. 2 എണ്ണം ഇപ്പൊ ഒരാൾ വാങ്ങിക്കുന്നത് ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ചേട്ടന് തന്നെ വന്നേ. സാരമില്ല ഷിബു. ഓക്കെ, എന്നാ ശരി. ഓക്കെ. നിങ്ങളെപ്പോഴാ ഗ്യാസ് ഇട്ട് കൊടുത്തത്? ഗ്യാസ് കുറ്റി ഒന്നും കൊടുത്തില്ല. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഗ്യാസ് കുറ്റി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചാ, അത് കണ്ടവർക്ക് കൊടുക്കാനുള്ളതല്ല. അറിയാ? നീ ഒരു കാര്യം ചെയ്യ്, ഒരു ചായ ഇട്ടുണ്ടോ? അയ്യോ അയ്യോ ചേട്ടാ, നമ്മുടെ ഗ്യാസ് കുറ്റി കാണാനില്ല. ഗ്യാസ് കുറ്റി കാണുന്നില്ലെന്നോ? അപ്പൊ നമ്മുടെ മറ്റേ 2 ഗ്യാസ് കുറ്റിയോ? ഒന്നും കാണാനില്ല. നീ അടുക്കളയിലെ കവർ തുറന്നിട്ടിരിക്കുവായിരുന്നോ? കതവ് തുറന്നെടുക്കായിരുന്നു. ഇതൊന്നേ, ഇത് നിനക്ക് അറിയാവുന്നല്ലേ, കള്ളന്മാരുണ്ട്, ഗ്യാസ് കുറ്റി മോഷണം നടക്കും, ഒരുപാട് നടക്കുന്നുള്ളതാന്നൊക്കെ. എന്നിട്ട് നീ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ ആ മെമ്പറെ വിളിച്ചു നോക്കട്ടെ. ഹലോ. മെമ്പറെ. എന്താ പറഞ്ഞോ? സംഭവം ഉണ്ടായി. എന്ത് പറ്റി? അതെ, നമ്മുടെ ഗ്യാസ് കുറ്റി 3 കുറ്റി ഉണ്ടായിരുന്നു. അത് മോഷണം പോയി. എപ്പോഴാ മോഷണം പോയെ? അത് ഇപ്പോഴോ? എടാ നാറി ഷിബു, നിന്നെ ഞാൻ രാവിലെ വിളിച്ച് ചോദിച്ചപ്പോൾ നീ എന്താടാ പറഞ്ഞത്? നിന്റെ കുറ്റി നീ വേറെ ആർക്കാണ്ട് കൊടുത്തു, ഇന്ത്യയിൽ ഇല്ലാന്ന് അല്ലേ? ഇനി നീ ഈ കേസും പറഞ്ഞ് നീ എന്നെ വിളിക്കണ്ട. ഞാൻ ഇതിനകത്ത് ഇടപെടുത്തുമില്ല, കേട്ടടാ? ചിരിപ്പടാ. നമ്പർ കട്ട് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഹലോ. ആരാ? എന്താ? നിൽക്കുന്ന മരം നിങ്ങളുടെ ആണോ? അതെ. അതിപ്പോ തന്നെ വെട്ടണം. മരം വെട്ടണമെന്നോ? എന്താ തോന്നിയ ദിവസം നിങ്ങൾ പറഞ്ഞു അവിടെ നിൽക്കുന്ന മരം വെട്ടണമെന്ന് പറയാം. വെട്ടിയേ പറ്റും. എന്റെ വണ്ടി കയറി വന്നെങ്കിൽ മരം വെട്ടിയേ പറ്റത്തുള്ളൂ. ഇതേകൂടെ എന്തോരം വണ്ടികളാണ് ചേട്ടാ പോകുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള വണ്ടികളൊക്കെ പോകുന്നത്. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ചേട്ടന്റെ വണ്ടിക്ക് മാത്രം എന്താ പ്രശ്നം? ചേട്ടൻ എന്താ വലിയ പാണ്ടിലൂടെ ഉണ്ടാവും. നിങ്ങൾ തോന്നിയ ദിവസം പറയരുത്, ഇല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. എന്റെ പൊന്നി ചേട്ടാ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ വരാം. ഞാനൊന്ന് നോക്കട്ടെ നിങ്ങളുടെ വണ്ടി ഇവിടെ കിടക്കുന്നത്. നോക്കട്ടെ എന്താ നമുക്ക് കയറ്റി വിടാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ മരം വെട്ടണമെങ്കിൽ വെട്ടാം, കുഴപ്പമില്ല. വാ. ചേട്ടാ ഒന്ന് നിൽക്കുക. അങ്ങോട്ടേ പോകുന്നത്. ഏത് മരം വെട്ടുന്ന കാര്യം ചേട്ടൻ പറഞ്ഞു? അതായത് നിങ്ങളുടെ തലയ്ക്ക് വേണം നിൽക്കുന്ന ആ മരം. ഇതോ? ഇതൊരു പ്രശ്നമാണോ ചേട്ടാ? ഇതൊക്കെ വെട്ടേണ്ട ആവശ്യമുണ്ടോ? ചേട്ടന്റെ വണ്ടി അത്രയ്ക്കും വലിയ വണ്ടിയാണോ? ഇവിടെ എന്റെ വണ്ടി പിന്നെ കയറി വരണ്ടേ? ഏത് വണ്ടിയോ? വണ്ടി ഇവിടെ ഒന്നും കാണുന്നില്ല. എവിടെ ചേട്ടന്റെ വണ്ടി ഇട്ടിരിക്കുന്നത്? കാണട്ടെ. വണ്ടിയോ? എന്റെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? ഇവിടെ ഇവിടെ ഇരിക്കുന്ന എന്റെ വണ്ടി. ഇതാണ് എന്റെ വണ്ടി. ഇപ്പൊ തൽക്കാലം ഞാൻ തിരിച്ചു പോവാണ്. ഞാൻ 1 മണിക്കൂറിന് ശേഷം ഈ വഴി തിരിച്ചു വരും. അന്നേരം ഈ മരം വെട്ടിയിരിക്കണം. ഓക്കെ? ഇതൊരുമാതിരി ഇടി കിട്ടിയതിന് പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലായല്ലേ.